എല്ലാവർക്കും ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ സെഷനിൽ ഇന്നത്തെ മെഡിറ്റേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കരിയർ മെഡിറ്റേഷൻ അല്ലേ? കരിയർ മെഡിറ്റേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്? കാരണം പലപ്പോഴും പല ആൾക്കാരും ജോലിക്ക് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കരിയർ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമോ? എന്താണ് നിങ്ങൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണോ? ലൈക്ക് വാട്ട് ആർ യു വിഷ്വലൈസിങ്, ഹൗ ആർ യു വിഷ്വലൈസിങ്, എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ ഓക്കെ, മീ. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് എന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു കാര്യവും അലസതയും മടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തത്. ഓക്കെ, അപ്പം കരിയർ മെഡിറ്റേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ് ഒന്ന് പറയാമോ? ഐ മീൻ, എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്കത്? നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഫീലിംഗ് ആണോ? വാട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് യു ആർ ഗെറ്റിംഗ്? ഹാപ്പിനെസ് ആണോ? ലൈക്ക് എന്താണ്? ഒരു കോൺഫിഡൻസ് ആണോ? ഒന്ന് പറയാമോ? ഹാപ്പിയാണ്. ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ബിന്ദു മാം പറഞ്ഞോളൂ, നിങ്ങളോട് കൂടിയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. കോൺഫിഡന്റ് തോന്നുന്നുണ്ട്, കോൺഫിഡൻസ് തോന്നുന്നു. ആദ്യത്തെക്കാൾ ഒത്തിരി പിന്നെ പീസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് മനസ്സ്. കാരണം കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മളെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടുവാണല്ലോ. അതെ അതെ. തിരക്കിനിടയിൽ ഈ സാറിന്റെ ക്ലാസ്സിൽ വന്ന ശേഷമാണല്ലോ മീ ടൈം ഒക്കെ ഉണ്ടായത്. അതിന്റെ ഇടയ്ക്ക് അതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ സമയം കിട്ടുവാണല്ലോ. അപ്പൊ നമുക്ക് എത്ര ചേഞ്ച് വരുത്താം, നമുക്ക് എത്ര നമ്മളെ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്യാണ്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക ചെയ്യുന്നത്. ഒത്തിരി ഇങ്ങനെ ചേഞ്ച് വന്നോണ്ടിരിക്കുന്നത്. എല്ലാം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ മനസ്സിന്. ഇങ്ങനെയൊന്നും പോരാ, കുറച്ചും കൂടി ഒക്കെ ഒരു മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു, അങ്ങനെ ഒത്തിരി നല്ലൊരു പോസിറ്റീവ് തോട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലേക്കാണ് പോകുന്നത്. നിലവിലുള്ള ഒരു എന്താ പറയാ, ഒരു മീ ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അല്ലെ, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ ഏതെങ്കിലും ഫീലിങ്സുകൾ ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഓൾറെഡി കരിയറിൽ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് പറയാമോ? കരിയർ ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, അവർക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഹലോ, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അവർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഹായ്, ഉമ്മുൽ ഹൈറ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ ഉമ്മുൽ ഹൈറ? ഹലോ, നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? നമ്മുടെ ചാർജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണെന്ന് തോന്നുന്നു. ഒരുപാട് ആയിട്ട് നമ്മളുടെ പല കോഴ്സുകളിലും പല സംഗതിയിലൊക്കെ പങ്കെടുക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ? ഹലോ, അറിയതേ ചാർജ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾ തന്നെയാണോ? ആണെങ്കിൽ ഒന്ന് പങ്കെടുത്തിരുന്ന ആൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, ഒന്ന് സംസാരിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എനിവേ ആള് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഓക്കെ, ശരി. നോ, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം നൽകാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ എന്താണ്? അടുത്ത 3 മാസത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഗോൾ. ഈ ചോദ്യം തന്നെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതട്ടോ.
നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചേഞ്ച് കൊണ്ടു. ഓക്കെ, ജസീല റഫീഖ് പറയുന്നു ഒരു ട്രെയിനർ ആവണം എന്നുള്ളതാണ്. ഓക്കെ, ട്രെയിനർ ആവുക എന്നുള്ള ഗോളാണ്. ഓക്കെ ജസീല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജസീല എന്ത് ചെയ്യണം, നമ്മുടെ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. ബിക്കോസ് വി ഹാവ് എ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ല, വിഷ്വൽ ചെയ്യാൻ പറ്റി, പക്ഷെ എന്താണെന്ന് മുന്നോട്ട് വലിക്കുന്നുണ്ട്. കാരണം എനിക്ക് നിലവിൽ പ്രൊഫഷണൽ ജോലി ഒന്നും ആയില്ല. ഓക്കെ, ഡോൺ വെറി ജസീല, പ്രൊഫഷണൽ ജോലി നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് നമ്മളിങ്ങനെ കണ്ട് അവിടേക്ക് എത്തും. അപ്പൊ എൻ്റെ ഒരു സിസ്റ്ററുടെ ഒരു കാര്യം പറയാൻ. അപ്പം എൻ്റെ സിസ്റ്റർ എന്താ വെച്ചാൽ ഇതേപോലെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 10-15 വർഷം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ നമ്മുടെ ഈ ഒരു നമ്മളുടെ ഒരു മൈൻഡ് പവർ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് വരികയും ഈ മെഡിറ്റേഷൻസ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ കരിയർ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിൽക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് എങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും? അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വിഷയം എന്നാലും മനസ്സിലേക്ക് ചിന്ത കൊടുത്തു. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് ബട്ട് ഹാപ്പൻ ചുമ്മാ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നും അറിയില്ല. വർക്ക് ചെയ്യുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ വീട്ടമ്മയാണ്. പഠനങ്ങളൊക്കെ പാതി വഴി വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിർത്തിയതാണ്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അങ്ങനെ കുറെ മാസങ്ങളോളം ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയാം. അവരെന്ത് വെച്ചാല് ഒരു ട്രെയിനർ അല്ല, ഒരു സ്ഥാപനത്തിൽ ഒരു ടീമിനെ തന്നെ മാനേജ് ചെയ്യുന്ന ലീഡറായിട്ട് ജോലിയിലേക്ക് കയറി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഡസന്റ് മാറ്റർ. അത് നിങ്ങളിലേക്ക് വരും. എന്നിട്ട് അത് മാത്രമല്ല, ഇപ്പൊ പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു, കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹയർ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള രീതികളിലേക്ക്. അപ്പൊ അതെങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് മാറും, നമ്മുടെ ചുറ്റുപാടും അങ്ങ് മാറും, നമ്മുടെ ജീവിത പങ്കാളി അങ്ങ് സപ്പോർട്ട് ചെയ്യും, നമ്മളുടെ ലൈഫ് അങ്ങ് എന്തെങ്കിലും ചേഞ്ച് ആകും, ഫാമിലി ഇറ്റ് വിൽ ചേഞ്ച്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് സപ്പോസ് ടു ചേഞ്ച്, അത് ചേഞ്ച് ആവേണ്ടതാണ്. ആ ചിന്ത ഉള്ളിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ എവിടെ എന്താ എന്നുള്ളതൊന്നും ചിന്തിക്കണേ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾ നാളെ ചിലപ്പോൾ ഒരു കച്ചവടം തുടങ്ങിയാലോ, നിങ്ങൾ ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ കച്ചവടത്തിന്റെ രാഷ്ട്രീയം വന്നാലോ, അങ്ങനെ നിങ്ങൾ അത് തുടങ്ങും. അതിൽ നിന്ന് കുറച്ച് പണം കിട്ടുമ്പോഴേ നിങ്ങൾക്ക് തോന്നി ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയല്ല, കുറച്ചുകൂടെ വില കുറച്ച് കിട്ടുന്ന രൂപത്തിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് നേരിട്ട് പോയിട്ട് വാങ്ങിക്കാം. അങ്ങനെ നിങ്ങൾ നേരിട്ട് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ പോകുന്നു. അങ്ങനെ അവിടെ കുറച്ചുകൂടെ നിങ്ങൾ വികസിച്ചു. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ കണ്ടു, കുറെ സംഗതികളെ കണ്ടു, വീണ്ടും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു തിരുപ്പൂർ പോയാലാണ് കിട്ടുക, കോയമ്പത്തൂർ പോയാലാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കോയമ്പത്തൂർ പോകുന്നു. ആര് കൂടെ വരും? അതൊക്കെ വരും. നിങ്ങൾ അറിയാതെ നിങ്ങൾ എത്തേണ്ടിടത്തൊക്കെ എത്തും. എന്തെല്ലാം സംഭവിക്കുന്ന നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. അതൊരിക്കലും തടയാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു ആഗ്രഹമുണ്ടോ, അതിനെ നിങ്ങൾ ഇങ്ങനെ ഊതിക്കാച്ചാൻ തയ്യാറാണ്, നിങ്ങൾ അവിടേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? എന്താ വേണ്ടത്? നിങ്ങൾ ആഗ്രഹിച്ച അവസ്ഥ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച അവസ്ഥ വിഷ്വലൈസ് ചെയ്യുക. അത് വിഷ്വലൈസ് ചെയ്ത് അതിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ തോട്ട്സ് കൊടുത്തുകൊണ്ടേയിരിക്കുക. തീവ്രമായിട്ട് എന്ത് തോട്ടാണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ 2 ചോദ്യമുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് ആകെ മറിയാൻ 3 വർഷം കൊണ്ട് ആകെ മറിയാൻ കാരണമാകുന്ന ഒരു സ്കിൽ എന്താണ്? നിങ്ങൾ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് അടുത്ത 3 വർഷം? മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു അഡൽട്ട് ആണ്, പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും? വറീഡ് ആവണ്ട, ഒക്കെ ക്യാച്ച് ചെയ്യും. നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനം സ്പ്രിങ് പൊട്ടാനുണ്ട്, ഒരു റിങ് പൊട്ടാനുണ്ട്. മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് എന്താ വെച്ചാൽ പഠനത്തിന്റെ എന്തോ ഒരു ബ്ലോക്കുള്ള സാധനമുണ്ട്. നമ്മൾ പറയില്ലേ, ലൈക്ക് ഒരു സ്ക്രൂ പോയിട്ടുണ്ടെന്ന് പറയില്ലേ, ഒന്നോ രണ്ടോ സ്ക്രൂ ടൈറ്റായി കിടക്കുന്നു, ഓവർ ടൈറ്റ് ആയി, അത് ലൂസ് ആവാറുണ്ട്. ലൂസ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ പേടിച്ച് ഇതെല്ലാം ടൈറ്റാക്കി വെച്ചിരിക്കുക.
ടൈറ്റാക്കി വെച്ചിരിക്കുമ്പോൾ അതിനെ പറയാം ആൾക്കാർ നോർമൽ ലൈഫ്. ഒന്ന് ലൂസ് ആകുമ്പോൾ അല്ലേ, ഒന്ന് കിളി പോകുമ്പോൾ ഒന്ന് റെഡി ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ നോർമൽ ആളെ മാതിരിയല്ല, പിന്നെ അബ്നോർമൽ ആണ്. പിന്നെ നിങ്ങൾ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ ഓർഡിനറി അല്ല, എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സാധനം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ കാണാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഴിവ് തന്നെ ഒഴുകി വരും. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മളെ സ്കിൽ എന്തായിക്കോട്ടെ, അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തും. വറീഡാവണ്ട, നിങ്ങൾ എത്തും. ചിലപ്പം കുറച്ച് ടൈം എടുക്കും, പക്ഷെ നിങ്ങൾ എത്തും. എത്ര ആൾക്കാരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടെന്നാണ്, വലിയ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അത് വറീഡാവണ്ട. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ അതാണ് ഇതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. ഒരു കാര്യം ചിന്തിക്കുക, ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ യു ആർ റൈറ്റ് നൗ. നിങ്ങൾ നിങ്ങളോട് പറയട്ടോ, ഞാൻ എന്നോട് പറഞ്ഞ വാചകമാണ്. 2011 വരെ എൻ്റെ കഥ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ്, ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്താ സംഭവിച്ചത്, 2011 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞാൻ ഇതുപോലൊരു ട്രേഡിംഗ് പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കുക. അവിടെ നിന്നൊരു സാധനം കേട്ട് എൻ്റെ കിളി, എൻ്റെ ഒരു സ്ക്രൂ അങ്ങ് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഒരു പിരി അങ്ങ് കഴിഞ്ഞു. അതങ്ങ് കഴിഞ്ഞതോടുകൂടി എന്താ സംഭവിച്ചു വെച്ചാൽ കംപ്ലീറ്റ്ലി എൻ്റെ കിളി പാറി. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ നോർമലായ ആളെ ചിന്തിച്ച പോലെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് എന്തും സാധ്യമാണെന്നാണ് ചിന്തിച്ചത്. എന്ത് മാറ്റമായിക്കോട്ടെ അത് സാധ്യമാണ്, ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെ ചിന്തിച്ച് എനിക്കൊരു ട്രെയിനർ ആവണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇറങ്ങി തിരിച്ചു 10 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തു. 3 വർഷം കൊണ്ട് അത് അച്ചീവ് ചെയ്തു. ഇന്റർനാഷണൽ ലെവലിൽ പോകണം എന്നുള്ളത് 10 വർഷത്തേക്ക് അച്ചീവ് ചെയ്തു. 3-3.5 വർഷം കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ. അതുവരെ ഇതേപോലൊക്കെ തന്നെയായിരുന്നു. പഠിക്കാൻ പ്രയാസമായിരുന്നു, വായിക്കാനുള്ള എല്ലാ കണക്ഷൻസും വിട്ടിട്ടുണ്ട്. കാരണം ആ ലെവലിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അത്തരത്തിലുള്ള സംഗതികൾ, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അതിൽ നിന്ന് പക്ഷെ മാറി തിരിച്ചു വന്നു. അപ്പൊ നമുക്കൊരു സംഗതി കിട്ടാനുണ്ട്, ഒരു സ്പാർക്ക് കിട്ടാനുണ്ട്. ലുക്ക് ഫോർ ദാറ്റ് സ്പാർക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സ്പാർക്ക്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ആ സ്പാർക്ക് ചിലപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ചില വാചകങ്ങളായിരിക്കും, അല്ലാതെ എന്തോ ഒരു സംഗതി എന്നുള്ളതല്ല. ഇപ്പൊ ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും ഒരു വാക്കായിരിക്കും, ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ, അതിന് പിന്നാലെ പോകണം. ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ കിട്ടുക എന്നുള്ളതല്ല. പല പോയിന്റുകൾ, ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കിട്ടിയോ, അത് കേട്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കേട്ടൊന്നും കേൾക്കില്ല, ഇന്നും കിട്ടില്ല, രണ്ട് ദിവസം. ഏതെങ്കിലും ഒരു ദിവസം കിട്ടുമ്പോ ചാടിക്കറി പിടിക്കാം, പിന്നെ പറക്കണം, നോക്കി നിൽക്കരുത്, രണ്ടും കൽപ്പിച്ച് പറക്കണം. കിട്ടിയ ചാൻസ് മനസ്സിലാവുണ്ടോ? അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അന്ന് മൈൻഡ് ചെയ്യണ്ട. പ്രശ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കെട്ട. എല്ലാ മാറ്റങ്ങളും തുടക്കത്തിൽ പ്രയാസമേറിയതും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും അന്ത്യത്തിൽ ശാന്തവുമായിരിക്കുന്നവരെ. എന്താണ്? എവറി ചേഞ്ച് ഈസ് ഹാർഡ് ഇൻ ദ ബിഗിനിങ്, മെസ്സി ഇൻ ദ മിഡിൽ ആൻഡ് peaceful at the end. Do you agree with me? If you agree with me, just comment down. Like, that's a beautiful line, right? A beautiful line. ഞാൻ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, അത് നിങ്ങളോട് പറയേണ്ടത്. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ യു ആർ റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ ഹൂ യു വാണ്ട് ടു ബിക്കം. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം. ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് ആരാവണം എന്നുള്ളതാണ് പ്രധാനം. എന്താണ് ഒന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഇപ്പോൾ ഞാൻ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, പ്രധാനം എനിക്ക് ആരാവണം എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് ഇപ്പോ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, എനിക്ക് ആരായി തീരണം എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? ആരാവണം എന്നുള്ളത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ
എനിക്ക് ആരാണ് എന്നുള്ളതല്ല പ്രധാനം, എനിക്ക് ആരായി തീരണം എന്നുള്ളതാണ്. ഇതിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അവിടെ ആ കോഴി വരെ പറയുന്നുണ്ട് എനിക്ക് ആരായി തീരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്താ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക എന്ത്, നമുക്ക് ആരാവണം, എന്തായി തീരണം, നമ്മൾ അതിൽ വിശ്വസിക്കുക. വാട്ട് യു വാണ്ട് ടു ബിക്കം, വാട്ട് യു വാണ്ട് ടു ക്രിയേറ്റ്, എന്ത് സൃഷ്ടിക്കണം, എന്തായിത്തീരണം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ചാലഞ്ചസ് വരും, ഡൗൺ ആകും, പ്രയാസം വരും, ബുദ്ധിമുട്ടുകൾ വരും, കഷ്ടപ്പാടുകൾ വരും. നമ്മൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, നമ്മൾ പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ നല്ല പ്രതീക്ഷയിൽ എണീക്കുമ്പോഴായിരിക്കും കടുത്ത നെഗറ്റിവിറ്റിയുടെ ഒരു പ്രശ്നത്തിന്റെ ഒരു വലിയ സർപ്രൈസ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോയേക്കാം. അപ്പോഴും എണീറ്റ് എന്നിട്ട് പറയണം, ഞാനിപ്പോ ആരാണ്, ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അല്ല പ്രധാനം, എനിക്ക് ആരായിത്തീരണം, എവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് പ്രധാനം. ഇത് വിശ്വസിക്കുക. 2011 ഞാൻ എന്നോട് പറഞ്ഞ ഇറ്റ് ഡസന്റ് മാറ്റർ ഹു ഐ ആം റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ ഹു യു വാണ്ട് ടു ബിക്കം. ഇതെവിടെ ഞാൻ പഠിച്ചെന്ന് അറിയും, ഡോക്ടർ റോബിൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ലീഡർഷിപ്പ് കോച്ച് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ആ വാചകം ഞാൻ അതുപോലെ എടുത്തു. എന്നിട്ട് ഇതേപോലെ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി പറയുന്നു. എന്നിട്ട് ഞാൻ ഇത് ക്ലാസ്സിലും പറയും, ക്ലാസ് എടുക്കുന്നിടത്തും പറയും, ഞാനും പറയും, എന്നോടും പറയും, കണ്ടിന്യൂസ്ലി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് എന്തിനാ ഞാൻ പറയുന്നത്, ഞാനെന്ന് വെച്ചാൽ ഞാനൊരു ട്രെയിനർ അല്ല, അപ്പോൾ ആയിട്ടില്ല, പക്ഷെ എനിക്ക് ആവണം. ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രെയിനർ അല്ല, ഞാൻ വിജയിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് പരാജയമില്ല. അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഡസന്റ് മാറ്റർ ഹു ഐ ആം റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ ഹു യു വാണ്ട് ടു ബിക്കം. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, ആരായി തീരണം എന്നതാണ്. ഇതൊരു പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊരു കോട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന റൂമിലോ ക്യാബിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടിച്ചു വയ്ക്കുക. നിങ്ങൾക്കൊരു റിമൈൻഡറായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നൊരു സംഗതി, വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ട്. ആ അപാരമായ ശക്തി നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാകുന്നത്? അപാരമായിട്ടുള്ള ശക്തി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. എന്താണ്? അടുത്ത 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ചേഞ്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരും 3 വർഷം. 3 വർഷം മുതൽ 5 വർഷം വരെ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മാറും, ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറും, വിജയിച്ചിട്ടുള്ള ഒരാളായി മാറും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം പുതിയൊരു ഡൊമൈൻ, പുതിയൊരു സംഗതി നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ തേടിയെത്തും. നോ ഡൗട്ട് അബൌട്ട്. ആൾക്കാർ നിങ്ങളെ തേടിയെത്തും. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത 3 to 5 years, 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾ നിങ്ങളുടെ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്കില്ലിനെ നന്നായിട്ട് നിങ്ങൾ പോളിഷ് ചെയ്യണം. എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുന്നു. ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും നിങ്ങൾ 5 മണിക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കും. 4 മണി മുതൽ അല്ലെങ്കിൽ 5 മണി. ഏറ്റവും നല്ലത് 4 മണിയാട്ടോ. 4 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സംസാരിക്കാനുള്ള സ്കില്ല്. ചില ആൾക്കാർക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നുണ്ടോ? പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് ട്രെയിനർ ആവാം, അല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ ഒരു കോച്ചായിട്ട് മാറാം. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് അടുത്ത 3 വർഷത്തിനുള്ള വലിയ ചേഞ്ച് ഉണ്ടാകും? ചിലപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി എടുക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു PG എടുക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരു ഡിപ്ലോമ കോഴ്സ് ചെയ്താൽ മതിയാവും, ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലോ കാര്യങ്ങളിലോ പങ്കെടുക്കുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ടേക്ക് എ ഡിസിഷൻ. എല്ലാ ദിവസവും ആ ഡിസിഷൻ ഇങ്ങനെയാണ്, എല്ലാ ദിവസവും കാലത്ത് 4 മണിക്ക് എണീറ്റിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. കാലത്ത് 4 മണിക്ക് എണീറ്റ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും, എഴുതും. നിങ്ങൾ ഈ എക്സാമിൽ കുട്ടികൾ ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്? സ്കൂൾ പരീക്ഷ സമയത്ത് എങ്ങനെ കുട്ടികൾ ജയിക്കുന്നത്? എക്സാമിൽ പരീക്ഷ ടൈമിൽ കുട്ടികൾ എങ്ങനെയാണ് ജയിക്കുന്നത്? അവരെങ്ങനെ ജയിക്കുന്നത്? അവർ ജയിക്കുന്നത് ആ സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇരുത്തി പഠിക്കുന്നു.
ലൈക്ക് അതിനായിട്ട് സമയം മാറ്റി വെച്ചിട്ട് പഠിക്കുന്നു. പുലർച്ചെ 4 മണിക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്നു, എന്നിട്ട് ഇരുന്ന് പഠിക്കും. വേറെ സംഗതികളൊന്നുമില്ല. ഇതുപോലെ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളോടും നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ എന്താണ്? യു സേ നോ ടു എവറിത്തിങ്. ഒരു ഫണ്ടും നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാത്തിനോടും നോ പറഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾ ഡെപ്തിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ഇറങ്ങി ആഴത്തിൽ പഠിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ബുക്ക് വായിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, എഴുതുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ട്. ലൈഫ് ചേഞ്ച് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. ശക്തമായ തീരുമാനം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് എന്ന് പറയും. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 6 ദിവസം മിനിമം, ഒരാഴ്ച നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ വിടാം, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നു, കാലത്ത് 4 മണിക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്നു, എന്നിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. എല്ലാ ദിവസവും എൻ്റെ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ബിസിനസ്മാൻ ആണോ? നിങ്ങൾ ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് എൻ്റെ ബിസിനസ് രക്ഷപ്പെടുക? ഞാൻ ഏത് സ്കില്ലാണ് വീക്ക് ആയിരിക്കുന്നത്, ഏത് സ്കില്ലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് എഴുതി വെക്കാം. ക്ലിയർ ആണോ? അത് എഴുതി വെക്കും. ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് കുറവുള്ളത്, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്കില്ലൊന്ന് എഴുതി വെച്ച്. എന്തെങ്കിലും ഒരു സ്കിൽ. സംസാരിക്കാൻ എങ്ങനെ? ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഫസ്റ്റ് പറഞ്ഞില്ലോ 3 മാസത്തേക്ക്. 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഏത് മേഖലയിലുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിന് പക്ഷെ ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് 3 വർഷം പ്രാക്ടീസ് ചെയ്യണം. അതായത് 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഏരിയയിൽ ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 3 മാസം കൊണ്ട് പെട്ടെന്ന് ചേഞ്ച്. പക്ഷേ ആ ചേഞ്ച് വരണം. പക്ഷെ ആ ചേഞ്ച് എന്ത് ചെയ്യണം, വലിയ ചേഞ്ചിലേക്ക് പോകണം. അപ്പൊ ഒരു 3 വർഷത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന സ്കിൽ. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ വലിയ ചേഞ്ചിലേക്ക് നിങ്ങൾ എത്താൻ സഹായിക്കുന്ന ഒരു സ്കില്ലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. 3 വർഷം മുതൽ 5 വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കും. അല്ലേ? നിങ്ങൾ ട്രെയിനറായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ട്രെയിനറായി മാറും. ഒരു ക്ലാസ്സിന് നിങ്ങൾ 5000, 10000, ചിലപ്പം 20,000, 30,000, 1 ലക്ഷമൊക്കെ വാങ്ങുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്? മനസ്സിലാവുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ്, ഏത് ലെവലിലേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? യു തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എവറി ഡേ യു ക്രിയേറ്റ് എ പ്ലാൻ. കരിയർ മെഡിറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ എന്താ വെച്ചാൽ ഇന്ന് സെഷൻ എടുക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം? എന്താ? ടേക്ക് എ കമ്മിറ്റ്മെന്റ്. എന്നിട്ട് നീളം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കില്ലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. സ്കില്ല് ഡെവലപ്പ് ചെയ്യും. രണ്ടാമത്തത് നിങ്ങൾ ചോദിക്കേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഐ ഷുഡ് ഹാവ്? ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആണ് എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്? സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞല്ലോ, 1 സ്കിൽ, അതൊരു ഇൻകം സ്കില്ലാണ്, മേജർ ഇൻകം സ്കില്ലാണ്. നിങ്ങളുടെ വരുമാനം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്കില്ലാണ്. വരുമാനം കൊണ്ടുവരുന്ന സ്കില്ലായിരിക്കണം. നിങ്ങളെ അറിയപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റാൻ സഹായിക്കുന്ന സ്കില്ലായിരിക്കാം. നിങ്ങളെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സ്കില്ലായിരിക്കണം. സ്കിൽ എങ്ങനെയാണ്? നിങ്ങളുടെ വളരാൻ സഹായിക്കുന്ന സ്കില്ലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഗിവിംഗ് ഗ്രോത്ത്. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ലൈഫിൽ, കരിയറിൽ വലിയ വളർച്ച തരാൻ സഹായിക്കുന്ന സ്കില്ല് ഏതാണ്?
അതേപോലെ നിങ്ങളുടെ വരുമാനം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും 5 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടിയൊക്കെ ആക്കുന്ന രൂപത്തിലേക്ക്, മനസ്സിലാവുന്നുണ്ടോ? ഒരു 10 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന രൂപത്തിലേക്ക് വളരാൻ, ആ ഇൻകം വളരാൻ, വരുമാനം വളരാൻ സഹായിക്കുന്ന സ്കില്ലായിരിക്കണം. ആ ലെവലിലായിരിക്കണം നിങ്ങൾ വളർത്തേണ്ട സ്കില്ല്. ഇപ്പോൾ ഉള്ള മേഖലയാം, പുതിയ മേഖലയാം, വട്ടവർ ഇറ്റ് ഈസ്. അടുത്തത് എന്താണ്? വളർച്ചയ്ക്ക് മറ്റൊന്ന് നിങ്ങളെ ഫേമസ് ആക്കാൻ. ആ സ്കില്ല് നിങ്ങൾ അത്രയും ഉഷാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റി എല്ലാവരും നല്ലത് പറയും. നിങ്ങളുടെ വാല്യൂ അങ്ങോട്ട് കൂടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വാല്യൂ അങ്ങോട്ട് കൂടും. നിങ്ങൾക്ക് ഒരു ലീഡറായിട്ട് മാറാൻ പറ്റുന്ന ഒരു സ്കില്ല്. അടുത്ത സ്കില്ല് അതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഗതി പറയുന്നത് നിങ്ങളുടെ ഒരു ലീഡറാക്കി മാറ്റാൻ സാധ്യതയുള്ള സ്കില്ലും കൂടി ആയിരിക്കണം. ഇതെല്ലാം ഒന്നാവണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ 1, 2, 3 സ്കില്ല് ചിലപ്പോൾ വേണ്ടി വരും. നിങ്ങളെ ഒരു ലീഡറാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു സ്കില്ല് കൂടി. യു ഷുഡ് ബിക്കം എ ലീഡർ. നിങ്ങൾക്ക് ഒരു ടീമിനെ നയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടറിൽ ചിലപ്പോൾ ഒരു ടീം വേണ്ടി വരും. അത് നിർബന്ധമില്ല, ബട്ട് യു ക്യാൻ ഡു ദാറ്റ്. ഈ സ്കില്ലിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സ്കില്ല് എന്തായിരിക്കണം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന സ്കില്ലായിരിക്കാം. അതും കൂടെ എഴുതി വെച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി, താല്പര്യത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി, അതിലേക്കുള്ള സ്കില്ല് കൂടെ ആവാം. ചിലപ്പോൾ താല്പര്യം ഉണ്ടാകില്ല, പക്ഷെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വേണം. എനിക്ക് താല്പര്യമില്ല എങ്കിലും ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ സ്കില്ലില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നു. അങ്ങനത്തെ സ്കില്ലാവാം. ഒന്നുകിൽ എന്തായിരിക്കാം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും എനർജി തരുന്ന, താല്പര്യമുള്ള സ്കില്ല്, ഒരു മേഖല, ആ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ഉപയോഗിക്കുന്നു. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഒരു കഴിവ്, അല്ലേ? നിങ്ങൾ ഒരു തൊഴിൽ മേഖലയിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു കഴിവ് തെളിയിക്കും. ആ കഴിവാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകും. ഓക്കെ? അപ്പോ സുബൈർക്ക പറയുന്ന ഒരു എക്സാമ്പിൾ പറയാവോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്കില്ല് ഒരു ട്രെയിനർ ആവുക എന്ന് പറയുന്ന സംസാരിക്കാനുള്ള സ്കില്ലാണ്. ഒരു സെയിൽസ്മാൻ ആവുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. ചിലർക്ക് എന്താ വെച്ചാൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കണം. താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ആ സ്കില്ല് വേണം എന്നതൊരു ഒരു സ്കില്ലാണ്. ഇതുപോലെ ഏത് തരത്തിലുള്ള സ്കില്ലുകളായിരിക്കാം? മനസ്സിലാകുന്നുണ്ടോ? പിന്നെ സ്കിൽസ് എങ്ങനെ അറിയാം? സ്കിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചില ചോദ്യം ചോദിക്കണം. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്? ചോദിക്കുക, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്? എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് വായിക്കാൻ ഇഷ്ടം. എങ്ങനെ? ബുക്കുകൾ വായിക്കാൻ, എഴുതാൻ, പെന്ന് ബുക്കുകളൊക്കെ ഏറ്റവും ഇഷ്ടം. പുസ്തകം വായിക്കാൻ. അപ്പൊ ബുക്ക് എഴുതാൻ, വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ അതിലെന്താണ് വഴിയുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റും? അവർക്ക് എന്തൊക്കെയാകാൻ പറ്റും? അവർക്ക് വേണമെങ്കിൽ ഒരു ലൈബ്രറിയൻ ആവാം. ബുക്കുകൾ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, ഒരു ലൈബ്രറിയൻ ആയിക്കോട്ടെ. ബുക്കുകളുടെ നടുവിലിരിക്കാൻ, ഒരുപാട് ബുക്കുകൾ വായിച്ച് അങ്ങനെ തീർത്തൂടെ? ഓക്കെ, ലൈബ്രറിയൻ ആവുന്നത് വേണമെങ്കിൽ അയാൾക്ക് സ്വപ്നം കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ ബുക്കുകളുടെ നടുവിൽ നിന്ന് ബുക്കുകൾ വായിക്കുന്ന, എന്നിട്ട് ഇത് നല്ല ബുക്കാണ്, വരുന്നവരോട് പറയും നല്ല ബുക്കാണ്, ഇത് നല്ല ബുക്കാണ്, ഇത് നല്ല ബുക്കാണ്, ഇതിങ്ങനെയാണെന്ന് പറയുന്ന ഒരു കഴിവ് അവർക്ക് ഡെവലപ്പ് ചെയ്തു. രണ്ടാമത്തേതാണ് ബുക്കുകൾ എഴുതുന്ന ഇഷ്ടം, അല്ലെങ്കിൽ നിരൂപണം. ഒരു ബുക്കിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ബുക്കിനെ കുറിച്ച് റിവ്യൂ പറയാം. ഈ ബുക്ക് നല്ല ബുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. ബുക്കുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നിങ്ങളെടുത്തേക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങിക്കൂടെ? ബുക്കിന്റെ ഒരു സ്റ്റോർ തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ബുക്കുകൾ വിൽക്കുന്ന സ്റ്റോർ. ഇനി അതും അല്ലെങ്കിൽ ബുക്ക് എഴുതിക്കൂടെ? അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ EFT കുറിച്ച് ഒരു ബുക്ക് എഴുതിക്കും. എഴുത്ത് ഇഷ്ടമാണ്, ബുക്ക് ഇഷ്ടമാണ്. EFT കുറിച്ചൊരു ബുക്ക് എഴുതും. നിങ്ങൾ പഠിച്ച അനുഭവങ്ങളെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതൂ. EFT എന്ന വിജയമന്ത്രം, അല്ലെങ്കിൽ EFT എന്താ പറയുക, ഞാൻ കണ്ട EFT എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എഴുതിക്കൂട്. അങ്ങനെ 9 ചാപ്റ്ററോ 10 ചാപ്റ്ററോ ഒക്കെ ഉള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയാ, മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ BLIB എന്ന് പറയുന്ന ഡിഗ്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റഷീദ് ഖാൻ, ലൈബ്രറിയൻ ഡിഗ്രി, ബാച്ചുലർ ഓഫ് ലൈബ്രറി അതായിരിക്കാം. പിന്നെ മനസ്സിലാവുന്നുണ്ട് വേറെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ഇഷ്ടമാണ്, അപ്പോൾ ബുക്ക് നിരൂപണമാവാം, ബുക്ക് എഴുതാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഗോസ്റ്റ് റൈറ്റർ ആയിക്കൂടെ, നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്, ഭാഷ നന്നായിട്ട്, അപ്പോൾ ആ ഭാഷ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, എഴുത്തിന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഉഷാർ അല്ലെങ്കിൽ എന്തായിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് പോകണം. അതേപോലെ ഒരു എഴുത്തിന്റെ കോഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചെയ്തുകൂടെ? ചിന്തിക്കൂ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ലൂസാക്കൂ, ടൈറ്റാക്കിയ സ്ക്രൂ ഒക്കെ ലൂസാക്കൂ, ഒന്ന് ലൂസ് ആവട്ടെ. അപ്പോൾ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, ക്രിയേറ്റീവായിട്ട് വൈഡായിട്ട് ചിന്തിക്കാം. അങ്ങനെ പറ്റുമല്ലേ, ഇതിലേത് പറ്റും, ഇതിലേതെങ്കിലും പറ്റുമോ? അപ്പൊ ബിന്ദു മാമിന്റെ ഉള്ളിൽ നിന്ന് എനിക്കറിയൂല, നമുക്ക് ആർക്കും അറിയൂല, നമ്മൾ ട്രൈ ചെയ്യണം. മേ ബി അതാണെങ്കിലോ. എന്താ തോന്നുന്നത് കേട്ടിട്ട്, ഞാനിപ്പോ ഈ പറഞ്ഞ ആശയങ്ങൾ കേട്ടിട്ട്? അത്രക്കൊക്കെ എങ്ങനെ ഇത് എല്ലാം എല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്, പറഞ്ഞതെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. കൺഫ്യൂഷൻ ഇപ്പൊ അതായത് ഇതുവരെ എന്താന്നുള്ളത് ആകെ ഒരു വഴിയുണ്ട്, ബുക്കും പേനയും അറിയായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് വഴി അങ്ങോട്ട് ഓപ്പൺ ആയി, ഇപ്പൊ കൺഫ്യൂഷൻ ആയി. അപ്പൊ എന്ത് ചെയ്യണം, പറയിടാൻ വേണ്ട, അതിൽ 1, 2, 3, 4 നമ്പർ ഇടുക. ഐ മീൻ ഓരോന്ന് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തേനോട് തൊട്ടിട്ട് ചോദിക്കുക, ആദ്യത്തിന് നേരെ പേന വെച്ചിട്ട് ചോദിക്കുക, എനിക്ക് ഇതാണോ കൂടുതൽ ഇഷ്ടം, അതല്ല രണ്ടാമത്താണോ കൂടുതൽ ഇഷ്ടം? ഏതെങ്കിലും ഒരു അനക്കം കൂടുതൽ ഇഷ്ടമുണ്ടോ? രണ്ടും ഇഷ്ടമുണ്ടോ, ചിലപ്പോൾ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു അനക്കം കൂടുതൽ ഇഷ്ടമുണ്ടോ? കൂടുതൽ ഇഷ്ടം വേണ്ട, ഉടനെ അതിന് ടിക്ക് ചെയ്യുക, മറ്റേ വിട്ടുക, മറ്റേ പോയല്ലോ, അത് പോയി. ഇനി ആ വലുത്, ആ ടിക്ക് ചെയ്തിട്ടുള്ള സാധനമില്ല, ഒന്ന് എഴുത്, ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, ഒന്ന് എഴുത്, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ എഴുതാൻ മകനെ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖലകളിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം, എല്ലാവർക്കും എഴുതാം. അപ്പൊ കമർജാൻ പറയുന്നു എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, ബിസിനസ് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ സെയിൽസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. മാമിന് പറ്റും, കമർജാൻ മാമിന് പറ്റും, അത് നടക്കും. എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ അത് നടക്കും, 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 നടക്കും. പറയാ, അന്ധമായിട്ട് വിശ്വസിച്ചോ, അന്ധമായിട്ട് വിശ്വസിക്കുക. അത് അവിടെ നടക്കാനുള്ള പ്രതീക്ഷ മനസ്സിലുണ്ട്, ആ നടക്കുന്നുള്ള പ്രതീക്ഷ മനസ്സിലുണ്ട്, നടക്കും, നടക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കോഴ്സിന് മാത്രം ചെന്നാൽ പോരാ കേട്ടോ, കോഴ്സിന് ഇങ്ങനെ പഠിച്ചാൽ പോരാ, അതിന് പ്രാക്ടീസ് ചെയ്തിട്ടും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പഠിക്കണം. എങ്ങനെ ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള മെത്തേഡ് ഉണ്ട്. ലോക്ക് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്, ലോക്ക് എന്ന് പറയുന്നൊരു മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ലോക്ക് നാളെ വേണമെങ്കിൽ നമുക്ക് ലോക്കിനെ പറ്റി പഠിപ്പിക്കാം. ഓക്കെ, ഓക്കെ. ഏതൊരു ആളെയും പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ ഇഷ്ടം പിടിച്ചു പറ്റാം എന്ന മെത്തേഡ്. ഒരാളുടെ ടീമിനൊക്കെ ബിൽഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഉപയോഗിക്കാവുന്ന ഒരു NLP ടെക്നിക്കും കൂടിയാണ് ലോക്ക് എന്ന് പറയും. നമുക്കത് പഠിപ്പിക്കാം. അപ്പോൾ സ്കില്ല്, എങ്ങനെയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ബിന്ദു മാം പറഞ്ഞ് എഴുതിയോ? എഴുതി. അപ്പൊ ഈ എഴുതിയതിൽ നിന്ന് എത്ര ഉണ്ട് ഓപ്ഷൻസ്? 4 അപ്പൊ നമുക്ക് ഈ 4 വെച്ചൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഇതേപോലെ കുറെ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മേഖലയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോ അതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് തിരഞ്ഞെടുക്കുന്നുള്ള കൺഫ്യൂഷൻ അല്ലേ. അപ്പം ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുക. ഓക്കെ, എടുത്തോ. അതിൽ ചോദിക്ക്, അതിലേതാണ് ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ കൂടുതൽ ഇഷ്ടം? കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഉണ്ടോ? രണ്ടും ഒരേ ഇഷ്ടം ഉണ്ടാവില്ല, ഒരനക്കം കൂടുതലുണ്ടോ? ഏതാ? സൈക്കോളജിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അറിയാനും. സൈക്കോളജിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ പഠിക്കണം, അറിയണം. അപ്പൊ അത് മുകളിൽ എഴുതും, അത് ടിക്ക് ചെയ്യും. അതിന് താഴെ എന്താ എഴുതിയത്? കൂടുതൽ വായിക്കാൻ. ഓക്കെ, അപ്പൊ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയില്ല, ഇതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഇതല്ല, ഇത് വായിക്കുന്ന കാര്യമല്ല. നമ്മളിവിടെ നമ്മുടെ കരിയർ എഴുതാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ലൈബ്രറിയൻ ആവാം. അത് എഴുതിയിട്ടുണ്ട്, മൂന്നാമത്തെ ലൈബ്രറിയൻ ആവാം. അടുത്ത എന്താ എഴുതിയിരുന്നത്? അടുത്തത് ബുക്ക് എഴുതുക.
ബുക്ക് എഴുതാം. അടുത്തത് എന്താണ്? പിന്നീട് എന്താ? ബുക്കിന്റെ നിരൂപണം എഴുതിക്കോ. ബുക്കിന്റെ നിരൂപണം എഴുതാം. ബുക്ക് എഴുതാം. ബുക്കിന്റെ നിരൂപണം എഴുതാം. ബുക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് എഴുതാം. ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയും, അത് വേറെയാണ്. സ്വന്തമായിട്ട് ബുക്ക് എഴുതുന്നതാണ് ആദ്യത്തത്. രണ്ടാമത്തത് നിരൂപണം എഴുതാം. അടുത്തത് പഠിച്ച കാര്യം attend ചെയ്ത ഒരു എഴുതാം. കേൾക്കുന്നില്ല. നമ്മൾ അറ്റൻഡ് ചെയ്ത പഠിച്ച ഓരോ ക്ലാസ്സുകളെ പറ്റിയിട്ട് ഒരു ബുക്കല്ല, എന്തായാലും ഒരു അറിവ് കൊടുക്കാൻ വേണ്ടിട്ട് എഴുതാം. അല്ല, അറിവ് കൊടുക്കാൻ വേണ്ടിട്ട് എഴുതാം. അത് അവിടെ നിൽക്കട്ടെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തിലേക്കാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചാല് അടുത്തൊരു ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള സംഗതിയിലേക്ക്, ഒരു തൊഴിലിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. വേറെ എന്തൊക്കെ എഴുതാൻ പറ്റും ബുക്കുമായി ബന്ധപ്പെട്ട്? നിങ്ങൾ പറയൂ. ബുക്കുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ഇവർക്ക് എന്താ വെച്ചാൽ എഴുതുക, വായിക്കുക, ബുക്കുകൾ, ഇതാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. അതിലേക്ക് തന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളത് എഴുതുക, വായിക്കുക, അതൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വേറെ എന്തൊക്കെ പറ്റും? നിങ്ങൾ കമന്റ് ചെയ്യൂ. വോയിസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. വേറെ എന്തൊക്കെ തൊഴിലവസരങ്ങൾ ഇവർക്കുണ്ട്? ഞാൻ നേരത്തെ പറയാം, ബുക്ക് സ്റ്റോർ തുടങ്ങാം. ഇനി മറ്റുള്ളവർ എഴുതിയ സൈക്കോളജി ബുക്കുകൾ നിങ്ങൾക്ക് വിൽക്കാം. അതിന്റെ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങാം. എഴുതൂ. ഞാൻ എൻ്റെ ഐഡിയാസ് പറഞ്ഞു തരാണ്. ബിന്ദു മാം എഴുതൂ. ഓക്കെ, എഴുതൂ. ഒരു എക്സസൈസ് ആണ്. ഓക്കെ, വേറെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ മാത്രം തന്നെ വിൽക്കുന്ന ഒരു സ്റ്റോർ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് ഒരു സ്റ്റോർ തുടങ്ങാം. ലോകത്തുള്ള എല്ലാ സെൽഫ് ഹെൽപ്പ് ബുക്കുകളും സൈക്കോളജി റിലേറ്റഡ് ബുക്കുകളും നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭിക്കും എന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. അങ്ങനെ ചെയ്യാം. പിന്നെ വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രെയിനർ ആവണം. ഓക്കെ, വേറെ നിങ്ങൾക്ക് വേറെ ബുക്കുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങിക്കൂടെ ഫ്യൂച്ചറിൽ? ഇപ്പൊ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ യു ആർ റൈറ്റ് നൗ. ബിന്ദുമായി ഇപ്പൊ ആരാണ് നോക്കണ്ട. നാളെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ മനോരമ പബ്ലിക്കേഷൻസ് പോലെ ഒരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങണം. കുറേ ബുക്കുകൾ പബ്ലിഷ് ചെയ്ത് മറ്റുള്ള എഴുത്തുകാരായിട്ടുള്ള ആൾക്കാരുടെ, വേറെ കുറെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു വേറൊരു ബുക്കിന് ഇഷ്ടമാണ്, ബുക്കുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്യാം? ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുക്കിലുള്ള അറിവുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം സൈക്കോളജി റിലേറ്റഡ്. റീഡിങ് ത്രൂ നെറ്റ് അൺലിമിറ്റഡ് പക്ഷെ ഒരു കരിയർ ആക്കി മാറ്റണം. എനിക്ക് കരിയർ ആക്കി മാറ്റണം. വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്കില്ലായിരിക്കണം. പ്രൂഫ് റീഡർ ആയിട്ട് മാറാം. മറ്റുള്ളവർ എഴുതിയ ബുക്കുകൾ പ്രൂഫ് റീഡ് ചെയ്യുന്ന ഒരാളായി മാറാം. എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത്. ബുക്ക് റിവ്യൂവർ, ഓക്കെ, അസ്മ പറഞ്ഞു, ബുക്ക് റിവ്യൂവർ ആയിട്ട് മാറാം. യൂട്യൂബർ ആയിട്ട്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ, എന്തൊക്കെ മൊബൈൽ ലൈബ്രറി എന്ന് പറഞ്ഞു, എനിക്ക് എന്താ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളായി മാറാം. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ബുക്കുകൾ വായിച്ചിട്ട് എന്ത് ചെയ്യാം? മറ്റുള്ള ഭാഷകളിലേക്ക്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വെരി ഗുഡ്. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പഴയ ബുക്കുകൾ വാങ്ങിച്ചിട്ട് സെല് ചെയ്യുന്ന ഒരാളായിട്ട് മാറാം. ചെറിയ പ്രൈസിന് വിൽക്കുന്ന അത്തരത്തിലുള്ള സ്റ്റോർ തുടങ്ങാം. അൺലിമിറ്റഡ് ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ കിടക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ വരുമാനം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി ആയിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ സൈക്കോളജി റിലേറ്റഡ് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്യാം. സൈക്കോളജി അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന മേഖലയിലുള്ള ബുക്കുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനൊക്കെ കൊണ്ടുവരാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബുക്സ് ഇഷ്ടമാണ്, വായന ഇഷ്ടമാണ്, സംഗതികൾ ഇഷ്ടം, അല്ലെങ്കിൽ സൈക്കോളജി സെൽഫ് ഹെൽപ്പ് ബുക്കിന്റെ റിവ്യൂസ് മാത്രം എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് ഒരു ബ്ലോഗ് തുടങ്ങാം. അതിനെക്കുറിച്ച് ബ്ലോഗ് എഴുതിയ ബ്ലോഗിൽ പരസ്യം ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെ അതിലൂടെ പരസ്യം കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്, ബുക്കിൽ വായിക്കുന്നു, അതിനെപ്പറ്റി പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങും. ആ യൂട്യൂബ് ചാനൽ കാണാൻ ആൾക്കാർ വരുന്നു, അതിൽ നിന്ന് വരുമാനം കിട്ടും. അങ്ങനെ അവസാനം നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴാണ് വേറെ എന്തെങ്കിലും ഐഡിയാസ് വരുന്നത്. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യും. എത്രയോ ആൾക്കാർ ഇത് ചെയ്യുന്നു. ഓക്കെ, അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹൗ ടു റൈറ്റ് എ ബുക്ക് എന്ന് പറയുന്ന നിങ്ങൾ ബുക്ക് എഴുതി, എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൗ ടു റൈറ്റ് എ ബുക്ക് എന്നുള്ളത് എന്ത് ചെയ്യാം? ഒരു കോഴ്സ് നടത്താം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ജെറി റോബർട്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജെറി റോബർട്സ്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പുള്ളിയുടെ ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 ലക്ഷം രൂപയാണ് അദ്ദേഹം ആ കോഴ്സ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാങ്ങുന്നത്. ആദ്യം ചെറിയ എമൗണ്ടിന് അയാൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ വെച്ചാൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഏകദേശം 5000 റുപ്പീസ് ഞങ്ങളുടെ കൊടുത്തിട്ട്, എന്നിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം
ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഒരു മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് ഭയങ്കര രസമാണ്. പുള്ളി ഹൗ ടു റൈറ്റ് എ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ആ പുള്ളിയുടെ ബുക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നത് 2018 എൻ്റെ ഈ ബുക്ക് എഴുതുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നാളെ ബുക്ക് എഴുതുന്ന ഹൗ ടു റൈറ്റ് എ ബുക്ക് ഇൻ 10 days ഓർ 30 days എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് നടത്താം. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. സാർ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ബുക്ക് എഴുതിയിട്ടുണ്ട്. വിജുവലത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അപ്പം രണ്ടാമത്തെ ബുക്ക് ഓൾറെഡി എഴുതി തീർന്നിട്ടുണ്ട്, ഇതുവരെ പബ്ലിഷ് ചെയ്തില്ല. ദാറ്റ് ഈസ് ആൾസോ പെൻഡിങ് വർക്ക് വി ഹാവ് ടു ഡു. അപ്പൊ എനിവേ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് എവിടുന്ന് വാങ്ങാൻ കിട്ടും സാർ? അത് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്കാണ് നമ്മളത് സെല് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ബന്ധപ്പെട്ടാൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ ബിന്ദു മാം, ഇനി ഇത്രയും ഓപ്ഷൻസ് എഴുതി. ഈ ഓപ്ഷൻസിന് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക, തൊഴിൽപരമായിട്ടുള്ള സംഗതി. ഇൻട്രസ്റ്റ് അല്ല, ആദ്യത്തേതെന്ന് എഴുതിയ സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ആണെന്നുള്ളതല്ല, അതല്ല, തൊഴിലാക്കി മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻസ് എഴുതിയ എന്താ ആദ്യത്തേതാ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. ലൈബ്രറിയൻ ആവാം. ഓക്കെ, ഒരു ലൈബ്രറി തുടങ്ങാം. ഓക്കെ, ലൈബ്രറി തുടങ്ങാം, അത് എഴുതി. അടുത്തത് എന്താ? പിന്നെ പബ്ലിഷിംഗ് ഹൗസ്. പബ്ലിഷിംഗ് ഹൗസ്. ഓക്കെ, ലൈബ്രറി അതോ ലൈബ്രറിയൻ ആണെന്നോ? ഏതാ ഓപ്ഷൻ? ഏതാ? രണ്ടാണ്. ലൈബ്രറിയൻ നമ്മുടെ ജോലിയാണ്. ലൈബ്രറിയൻ അല്ലെങ്കിൽ പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങാം. അപ്പോൾ അത് ഇതിലേതായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്? ലൈബ്രറിയൻ ആയിരിക്കും ഒന്നുകൂടി നന്നാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പബ്ലിഷിംഗ് ഹൗസ് വെട്ടുക. അത് വെട്ടി, അത് പോയി. ലൈബ്രറിയൻ എടുത്തു. ഈ ലൈബ്രറിയനും എടുത്തിട്ട് പിന്നെ മൂന്നാമത്തത് വായിച്ചേ. ഓൾഡ് ബുക്ക് ബൈങ്. ഓൾഡ് ബുക്ക് ബൈയിങ് ആൻഡ് സെല്ലിങ് എന്ന് പറയുന്ന, അത് വാങ്ങിച്ചിട്ട് അത് സെല് ചെയ്യുന്ന ഒരു സ്റ്റോർ. ഓക്കെ, അപ്പൊ അതാണോ ലൈബ്രറിയൻ ആണോ നല്ലത്, കൂടുതൽ ഇഷ്ടം? ലൈബ്രറിയൻ ആണ് റിസ്ക് ഇല്ലാത്ത. അല്ല, റിസ്ക് ഇല്ലാത്ത എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാണ്. നിങ്ങളുടെ കംഫർട്ട് റിസ്ക് അവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ച് വറീഡ് ആവല്ലേ ഒരു പീരീഡ് കൂടെ. ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, കൗൺസിലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ്. അതൊക്കെയാണ് താല്പര്യം. കൗൺസിലിംഗ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഒരു സാധനം കൂടി ആഡ് ചെയ്തു. അവിടെ നിൽക്കട്ടെ, അത് ലിസ്റ്റിൽ അവസാനം എഴുതിക്കോളൂ. കൗൺസിലിംഗ് ഇഷ്ടമാണ്, നമുക്ക് അവിടെ നിൽക്കട്ടെ എഴുതി, അത് ലാസ്റ്റിൽ എഴുതി വെച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോ നിങ്ങൾ റിസ്ക് ഇല്ലാത്തത് എന്നുള്ള റിസ്ക് ഒന്നും ഇപ്പൊ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് മാത്രം ചിന്തിക്കാവൂ. റിസ്ക് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. എന്ത് റിസ്ക് ഉള്ളത്? റിസ്ക് ഉണ്ടോ? അപ്പൊ ആ റിസ്ക് അത് വിട്, റിസ്കിനെ കുറിച്ച് ചിന്തിക്കല്ലേ. ഓക്കെ, നിങ്ങൾ എനിക്ക് പ്രോഫിറ്റ് ഷെയർ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ പ്രശ്നം സോൾവ് ആയില്ലേ. അവിടെ നിങ്ങൾക്ക് പിന്നെ റിസ്ക് കുറഞ്ഞില്ലേ. റിസ്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, റിസ്കിനെ വിട്. ഇഷ്ടം ആണ് നോക്കേണ്ടത്, നിങ്ങളുടെ താല്പര്യം. ഓക്കെ, നമ്മളിത് എക്സസൈസ് ചെയ്യുമ്പോൾ പറഞ്ഞ റൂൾ കറക്റ്റായിട്ട് പാലിക്കണം. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഓരോ നെട്ടും ബോൾട്ടും ഫ്രീ ആയിട്ടിരിക്കും, ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട. ഓക്കെ ഓക്കെ, അപ്പോ പറയൂ, ഏതാണ്? ലൈബ്രറിയൻ ആണോ ഈ പറഞ്ഞ, ഒന്നുകൂടെ നമുക്ക് പോകാം. ലൈബ്രറിയൻ ആണോ പബ്ലിഷിംഗ് ഹൗസ് ആണോ ഇഷ്ടം? റിസ്ക് ലൈബ്രറി. ഓക്കെ, പബ്ലിഷിംഗ് ഹൗസ് വെട്ടി. ലൈബ്രറിയൻ ആണോ ഓൾഡ് ബുക്ക് സ്റ്റോർ ആണോ? ലൈബ്രറി. അപ്പൊ ഓൾഡ് ബുക്ക് സ്റ്റോർ വെട്ടി. ലൈബ്രറിയൻ ആണോ അടുത്ത മൂന്നാമത്തെ വായി? നാലാമത് സ്റ്റോറി ടെല്ലർ ആണോ ലൈബ്രറിയൻ ആണോ? ലൈബ്രറിയൻ. അപ്പൊ സ്റ്റോറി ടെല്ലർ വെട്ടി. അടുത്ത വായിക്ക്. ലൈബ്രറിയൻ ആണോ ബുക്ക് സ്റ്റാൾ ആണോ ലൈബ്രറിയൻ ആണോ? ബുക്ക് സ്റ്റാൾ. അപ്പൊ ലൈബ്രറിയൻ വെട്ടി. അല്ല, ഏതെങ്കിലും ഒരെണ്ണം ഒരു അല്പം കൂടുതലാണ്. ലൈബ്രറിയൻ. ഓക്കെ, അപ്പൊ ബുക്ക് സ്റ്റാൾ വെട്ടി. ഓക്കെ, അടുത്ത് വീണ്ടും അടുത്തത്. പറഞ്ഞോളൂ. ഇവർക്ക് ലൈബ്രറിയൻ ആയി കഴിഞ്ഞാൽ അതിന്റെ സൈഡായിട്ട് തന്നെ ഓൾഡ് ബുക്ക് ബൈ ആൻഡ് സെല്ല് അതിനോട് ക്ലബ് ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് ക്ലബ് ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അപ്പോൾ ലൈബ്രറിയനായി നിന്നുകൊണ്ട് ഈ 3ഉം 4ഉം
അതിനോട് ചേർക്കാവുന്നതാണ് ഒരു തോട്ട്. അതെ, ഞാൻ അതിലേക്ക് വരാം, ആ പോയിന്റിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്ന കണ്ടോ ബിന്ദു മാം, ഇത് നിങ്ങൾ അവസാനത്തേത് വരെ ചെയ്യുക. ഇതൊരു പാറ്റേൺ ആണ്, എല്ലാവർക്കും പറഞ്ഞു തരികയാണ്. കരിയർ ചൂസ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യമെല്ലാം എഴുതുക, എന്നിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം എന്താവും, ഒരു 2 3 ബാക്കിയാവും, വളരെ സ്ട്രോങ് ആയിട്ട്. അത് വെട്ടച്ചിരി പ്രയാസം ഉണ്ടാവും, പക്ഷെ എന്നാലും ആ ഒരു നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലെടുത്തിട്ട് അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തീരുമാനമെടുത്തിട്ട് വെട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫൈനലായിട്ട് ഒരെണ്ണം കിട്ടും, ഏറ്റവും ടോപ്പിൽ നിൽക്കും. ആ ടോപ്പിൽ നിൽക്കുന്ന സാധനം എടുത്തിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കണം എന്നല്ല. ആ ടോപ്പിൽ 3 4 നല്ല സ്ട്രോങ് ആയിട്ട് ബാക്കിയാവുന്നുണ്ട് എങ്കിൽ വല്ലാണ്ട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം, എന്താ വേണ്ടത് എനിക്ക് അറിയില്ല, എങ്ങനെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെടുത്താലുള്ള നേട്ടങ്ങൾ എന്താണ്, ഇതെടുത്താലുള്ള നഷ്ടങ്ങൾ എന്താണ്, ഇതെടുത്താലുള്ള നേട്ടങ്ങൾ എന്താണ്, ഇതെടുത്താലുള്ള നഷ്ടങ്ങൾ എന്താണ്, ഇതെടുത്താലുള്ള നേട്ടങ്ങൾ എന്താണ്, ഇതെടുത്താലുള്ള നഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ചസ്, നഷ്ടമല്ല ചാലഞ്ചസ് എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, പ്രയാസം ഇത് ഞാൻ എങ്ങനെ മറികടക്കും, ഇതിലേതാണ് എനിക്ക് ഇപ്പൊ നല്ലത്, ഇതിലേതാണ് എനിക്ക് 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നല്ലത്. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്താകും, ആ ഫൈനൽ ലിസ്റ്റിൽ വരുന്ന 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും, അപ്പൊ അങ്ങനെ നിങ്ങൾ ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിക്കും. അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സ്വപ്നം കാണും, വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ അതന്നെ ചിന്ത കൊടുക്കും, അതാവുന്നു എങ്ങനെയെന്നുള്ളത് നോക്കണ്ട, അതിന്റെ റിസ്കോ അതിന്റെ സംഗതികളോ ഒന്നും ചിന്തിക്കണ്ട. റിസ്കിന് ചിന്തിക്കുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ്, അതിനെ ചിന്തിക്കാതെ നിങ്ങൾ അതന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും മനസ്സിൽ. പക്ഷെ ബാക്കിയുള്ള സ്വപ്നങ്ങളൊന്നും വെട്ടി ഒഴിവാക്കണ്ട, അതിപ്പോ തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൂടെ കൂട്ടാം, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളാണ്. കാരണം ഈ അവസാനം സെലക്ട് ചെയ്യുന്ന മേഖലയിൽ വിജയിച്ചതിനു ശേഷമേ ബാക്കിയുള്ള മേഖലകളിൽ പല സംഗതികളും നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ പാടും. അത് തന്നെയാണ് പറഞ്ഞത് ക്ലബിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടെ, അത് തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല. തുടക്കത്തിൽ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞ് 2 തോണിയിൽ കാലിടുന്നതിന് തുല്യമാണ്, രണ്ടും നടക്കാതെ പോകും. ക്ലിയർ ആണോ? ഓക്കെ, എനിക്കിവിടെ ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട്. യെസ്, താങ്ക് യു സോ മച്ച് സർ, നോ മോർ വേർഡ്സ് ടു സേ, യു ആർ അൺബിലീവബിൾ. ഐ എം സോ ഹാപ്പി, നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആണ് നെച്ചില എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞതുപോലെ പത്രത്തിലടിക്കും പ്രൂഫ് ലീഡർ ആയിട്ട് വർക്ക് ചെയ്യും, ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒരാളുടെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സ്കില്ല് ഡെവലപ്പ് വേണമെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കില്ല് കണ്ടെത്താം, മേഖല കണ്ടെത്താം. ഇത് എന്ത് ചെയ്യണം, മേഖല വേണം, ഒരു സ്കില്ല് വേണം. അത് നിങ്ങൾക്ക് ആ സ്കില്ലിനെ ഷാർപ്പൺ ചെയ്യുക, ആ മേഖലയിൽ നിങ്ങൾ വിജയിക്കുക. ബിന്ദു മാപ്പ് ഒരു മേഖലയാണ് സെലക്ട് ചെയ്തത്, ആ മേഖലയിലേക്ക് ഇനി അതിലേക്ക് വേണ്ട സ്കില്ല് എന്താ അത് സെലക്ട് ചെയ്യും. ഏത് സ്കില്ലാണ്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഏത് കോഴ്സാണ് വേണ്ടത് അതും സെലക്ട് ചെയ്യാം. ഏത് കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത്, മനസ്സിലായല്ലോ? മേഖല തെരഞ്ഞെടുക്കും. എങ്ങനെ കേട്ടില്ല സാറല്ലേ പറഞ്ഞത് LIB പഠിക്കാൻ? ഞാനതല്ല പറഞ്ഞത്, റഷീദ് സാർ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഒരു സജഷൻ ഇട്ടതാണ്, ചിലപ്പോൾ അതായിരിക്കാം. ചോദിക്കാം, അതിനെ പറ്റിയിട്ട് അറിയോന്ന് ചോദിക്കാം, അതെന്താ ഞാൻ പറയാം. അതായത് ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഒരു കോഴ്സ് മാത്രമല്ല അന്വേഷിക്കേണ്ട, ഏതെല്ലാം കോഴ്സുകളുണ്ട്, ഇതിൽ ഡിപ്ലോമ ഉണ്ടോ, ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ, ഏത് ഡിഗ്രിയാണ്, ആ ഡിഗ്രിക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ, ചിലപ്പോൾ ആ ഡിഗ്രി പഠിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം വേറെ ഏതെങ്കിലും നിങ്ങൾ എക്സാമുകൾ പാസ്സാകേണ്ടതുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുക. യു കീപ്പ് ഓൺ ലുക്കിംഗ്. ഒരു വലിയൊരു വാതിൽ അങ്ങ് തുറന്നിടുകയാണ് ഇന്നു മുതൽ. ബിന്ദു മാമിന്റെ യാത്ര ഇനി ആ വഴിയിലൂടെയാണ്, മനസ്സിലാവുണ്ടോ? എന്നിട്ട് അതിലൂടെ ചിന്തിച്ച് സ്വപ്നം കണ്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ആ കോഴ്സുകൾ അതിലേക്ക്, ഇതിനൊക്കെ പുറമെ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ആ സ്കില്ല് കിട്ടും. സ്കില്ല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്കില്ല് അപ്ലൈ ചെയ്യുക. അത് കരിയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. ഇതിന്റെ കൂടെ എന്ത് വേണം, മൈൻഡ് സെറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ ശരിക്കും ആ കരിയറിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് എന്താ, നിങ്ങളോട് ചോദിക്കണം. എന്ത് മൈൻഡ് സെറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും. എന്തൊക്കെ മൈൻഡ് സെറ്റ് അതിന് വേണ്ടിയിട്ട്? ബിഗ് തിങ്കിങ് മൈൻഡ് സെറ്റ് വേണ്ടി വരും, ഗ്രോയിങ് മൈൻഡ് സെറ്റ് വേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു?
അപ്പൊ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അധികം ആൾക്കാരുടെയും പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 10th ക്ലാസ് ആണ് നിങ്ങളെന്നും പറഞ്ഞു വറീഡ് ആവണ്ട. അടുത്ത 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ നിങ്ങൾക്ക് ഇത് എക്സാംസ് ഒക്കെ എഴുതിയെടുത്തിട്ട് അച്ചീവ് ചെയ്യാം. 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്വപ്നം കണ്ടോളൂ. പക്ഷേ ഇതിന്റെ അൾട്ടിമേറ്റാണ് ഞാൻ പറഞ്ഞു, 5 വർഷം. ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ട, 3 മുതൽ 5 വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിജയിക്കുന്നു പറഞ്ഞത്. അതിലേക്ക് കറക്റ്റായി വന്നില്ലേ? അതിന് നമ്മൾ എന്താ ശേഷം പണി? നമുക്ക് 6 മാസം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? എന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞു, എനിക്ക് ഇന്ന് കുഞ്ഞുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് വിത്തിടാൻ പറ്റും, പക്ഷെ അത് കായിയായിട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം, റൈറ്റ്? എന്ന് പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ യു ക്യാൻ സ്റ്റാർട്ട് നൗ. എന്ന് തന്നെ തുടങ്ങാം. ആലോചിക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്വപ്നം നമ്മൾ എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് എ ന്യൂ ജേർണി. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ സാറേ സ്ട്രക്ക് ആയിട്ടുണ്ട്. വോയിസ് ഇല്ല, വോയിസ് പോയി. സ്റ്റെക്ക് ചെയ്തു സാറിന്റെ ഇതിന്റെ പാസ്വേഡ് എന്താ കമ്പ്യൂട്ടറിന്റെ? അങ്ങനെ പാതി ലോക്ക് ഓക്കെ. അപ്പൊ പറഞ്ഞത് എന്താണ്? ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക. മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? ലോങ് ടേം മൈൻഡ് സെറ്റ്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതല്ലേ? ഒരു ലോങ് ടേം മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചു ഇവിടെ. എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു, ഞാൻ ഡിസ്കണക്ട് ആയി. ലോങ് ടേമിൽ നിങ്ങളുടെ ഒരു 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിക്കുക.
ഷോർട്ട് ടേമിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ലോങ് ടേമിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് ചിന്തിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് പ്ലാൻ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇവിടെ റഷീദ്ക്ക് ഒരു ചാറ്റ് ഇട്ടിട്ടുണ്ട്. ലൈബ്രറിയൻ കോഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സ്, നമ്മളുടെ ഗ്രൂപ്പിലെ ഫാമിലി മെമ്പേഴ്സ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. രാജഗിരി കോളേജിന്റെ സോഷ്യൽ സയൻസിൽ എറണാകുളത്ത് അവിടെ കോഴ്സ് ഉണ്ട്. CET കോളേജ് ഓഫ് മാനേജ്മെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഫാറൂഖ് കോളേജിലുണ്ട്. സോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കില്ലുമായി ബന്ധപ്പെട്ട്, കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കറക്റ്റ് റൈറ്റ് മൈൻഡ് സെറ്റും അതിനുവേണ്ട കോഴ്സുകളും അതിനുവേണ്ട സ്കില്ലും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട്. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ആ ഒരു എൻഡ് റിസൾട്ട് ഏറ്റവും അവസാനം ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിങ്ങൾ എവിടെ എത്തും അത് കാണുക. അത് ആ ചോദ്യം ചോദിക്കുക, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മേഖലയിൽ എവിടെ എത്തും. എന്നിട്ട് അത് കണ്ടിട്ട് എന്ത് വെച്ചാൽ അത് ആ എൻഡ് റിസൾട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇതുപോലെ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. നിങ്ങളുടെ മേഖല കണ്ടെത്താൻ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ മേഖല കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏരിയകൾ എന്താണ്? ബിന്ദു മാമിനെ സംബന്ധിച്ച് സൈക്കോളജി ഇഷ്ടമാണ്, സെൽഫ് ഹെൽപ്പ് ഇഷ്ടമാണ്, ബുക്സുകൾ ഇഷ്ടമാണ്. അപ്പൊ സെൽഫ് ഹെൽപ്പ് ബുക്സുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യും, താല്പര്യം നോക്കാം. ആ കാറ്റഗറിയിൽ തന്നെ ഒരു സംഗതി ആലോചിക്കാം. ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുമ്പോൾ ഇതല്ല, ഇതിലേറെ ബെറ്റർ, ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരും ഓരോ ആശയങ്ങൾ. എന്തായാലും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക, ക്ഷമയോടുകൂടി തുടരുക, ഒരു മേഖലയിൽ വിജയിക്കുക, അതിൽ നിന്നുകൊണ്ട് അടുത്ത മേഖലയിലേക്ക് മുന്നോട്ട് പോകാം. ഒന്നിലും വിജയിക്കാതെ കറങ്ങി നടക്കരുത്. പിന്നെ തുടക്കത്തിൽ കുറച്ച് കറങ്ങി നടന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം തുടക്കത്തിൽ ഫിഗർ ഔട്ട് ചെയ്യുന്ന പീരീഡാണ്, ഓരോന്നും ടെസ്റ്റ് ചെയ്യുന്ന പീരീഡ്. അപ്പൊ ചിലത് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ചിലപ്പോ സാറ് ടെസ്റ്റ് എങ്ങനെ ചിലപ്പോ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് അതല്ലാന്ന് തോന്നൂലേ? തോന്നട്ടെ, അത് നല്ലതാണ്. കാരണം അത് അല്ല എന്ന് തോന്നുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു നേട്ടം. എനിക്ക് വേണ്ടത് ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അത് എത്താൻ സഹായിക്കുന്നുള്ളൂ. അപ്പായിക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ? അത് അങ്ങനെയുണ്ടോ? ദാറ്റ്സ് ഓക്കെ. അപ്പോഴല്ലേ നല്ലത്. നമുക്ക് എന്ത് വേണ്ട എന്ന് തിരിച്ചറിയൽ. ഇപ്പോ ഞാനൊരു ഒരു വീഡിയോയിലോ ഒരു സിനിമയിലോ ഡോക്യുമെന്ററിലോ എന്തിലോ കണ്ടതാണ്. ഒരാൾ പറയുന്നത് വെച്ചാല് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണമെന്ന് പറയും. അപ്പം ആ കുട്ടി പറയും, അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേണ്ടാത്തത് എന്താണ് എന്നുള്ള തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടാവും. മനസ്സിലാകുന്നു? വേണ്ടാത്തത് എന്താണെന്ന് തിരിച്ചറിയുന്നത് അത് ഇതേപോലെ തന്നെ. അപ്പൊ നമ്മൾ ട്രൈ ചെയ്യണം. ഞാൻ ഇതേപോലെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. എനിക്ക് മെമ്മറി ട്രെയിനിങ് എടുക്കണം, എനിക്ക് സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ് എടുക്കണം, എനിക്ക് ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങണം, എനിക്ക് ഇങ്ങനെയുള്ള ഒരു 10, 30, 40 ഐഡിയാസ് എനിക്ക് ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുറച്ച് പിരി അഴിഞ്ഞിട്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇതെല്ലാം ഐഡിയാസ് ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് എൻ്റെ മുമ്പിൽ എല്ലാം എഴുതി വെച്ചു. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുള്ള 8 ഡയറി ഉണ്ട്. പല ഐഡിയാസ് എഴുതിയിട്ടുള്ളത് ഈ ഒരു തിക്നെസ്സിലുള്ള 8ഓളം ഡയറീസ് എൻ്റെ കയ്യിൽ. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം എൻ്റെ ഐഡിയാസ്, എൻ്റെ പ്ലാനുകളാണ്, എൻ്റെ സംഗതി. മേ ബി എനിക്ക് ഇപ്പൊ ഇനി മുതൽ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ പതിയെ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങാം. അതിനുള്ള കേപ്പബിലിറ്റി ആയി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? സിറ്റുവേഷൻസ് ആയിട്ട് അപ്പൊ ആ ലെവലിലേക്കൊക്കെ പോകും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, യു വിൽ ഫൈൻഡ് യുവർ കരിയർ. നിങ്ങളോട് പറയാ, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ റൈറ്റ് നൗ ഓർ ഹൂ യു ആർ റൈറ്റ്. ഇറ്റ് ഡസ് മാറ്റർ വേർ യു വാണ്ട് ടു ഗോ, ഹൂ യു വാണ്ട് ടു ബിക്കം. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതല്ല പ്രധാനം, ആരാണ് എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾക്ക് എവിടേക്ക് എത്തണം, നിങ്ങൾക്ക് ആരായി തീരണം എന്നുള്ളതാണ് പ്രധാനം. അത് മാത്രം ചിന്തിക്കുക, വിശ്വസിക്കുക, മുന്നോട്ട് പോവുക, യാത്ര തുടരട്ടെ. നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിച്ചു തരും.
എത്തിച്ചേരും കേട്ടോ. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്ന് ഹീലിംഗ് സെഷൻ ഉണ്ട്, പങ്കെടുക്കാനുള്ളവർ എന്ത് ചെയ്യുക, പങ്കെടുക്കുക, ഹീലിംഗ് സെഷനിലേക്ക് വരിക. ഓക്കെ, 7:30 ഹീലിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. കം ആൻഡ് ജോയിൻ. ഓക്കെ, ഈ ഹീലിംഗ് സെഷൻ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് EFT പ്രോഗ്രാമിലേക്ക് വരിക കേട്ടോ. EFT പ്രോഗ്രാം ഇതിനിടയിൽ പറയാനുണ്ട്, 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. EFT പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. ഇതുപോലെയുള്ള നല്ല ഗൈഡൻസും കാര്യങ്ങളും കോച്ചിങ് കാര്യങ്ങളും ഇതിലേറെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് EFT പ്രോഗ്രാമിൽ നിങ്ങൾ വരുമ്പോഴാണ്. ഇപ്പൊ കണ്ടില്ലേ, ബിന്ദു മാമിന് എന്താ വെച്ചാൽ പുതിയ 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 ആ താല്പര്യം കണ്ടു. അത് EFT പ്രോഗ്രാമിൽ വന്നതിന്റെ ഗുണമാണ്. ഓക്കെ, അതിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിന്റെ ഒരു ഗുണമാണ്. അപ്പൊ അതിലേക്ക് എന്താ വെച്ചാൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് വെച്ചാൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, 8086000780 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക, കോഴ്സിലേക്ക് വരിക. 30 days പ്രോഗ്രാം ആണ്. അതില് 10 ദിവസം ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. പറഞ്ഞോളൂ മാം, എന്താണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. EFT വന്ന ശേഷം ഞാൻ ഇവിടെ പങ്കെടുത്ത ആളുകളോട് പറയുന്നത്, നമുക്ക് മനസ്സിൽ എന്തൊക്കെയോ ആശയങ്ങളും കാര്യങ്ങളും നമുക്ക് ഇത്ര പോരാന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് വരും. മാത്രമല്ല നമ്മളെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. കാരണം ടൂള് നമ്മളുടെ കയ്യിലുള്ളപ്പോ നമുക്ക് പിന്നെ മരുന്നിന് ഓടേണ്ട ഒരു കാര്യമല്ല. പെട്ടെന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഒത്തിരി അതായത് മാറ്റങ്ങൾ ബിന്ദു മാമിന്റെ ലൈഫ് എന്നെ വന്ന് കാണുന്ന സമയത്ത്, കാലിക്കറ്റ് പ്രോഗ്രാമിൽ എന്നെ വന്ന് കാണുന്ന സമയത്ത് സങ്കടങ്ങൾ, അസുഖങ്ങളാണ്, അതാണ് ഇതാണ് മറിച്ചെന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഇപ്പൊ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ച്? അന്ന് സംസാരിച്ചത് അസുഖങ്ങളെ കുറിച്ച്, ഇന്ന് സംസാരിക്കുന്നത് ലൈബ്രറിയൻ ആകുന്നതിനെ കുറിച്ച്, പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങുന്നതിനെ കുറിച്ച്. എവിടുന്ന് എവിടേക്ക് എത്തി? ഇത് തന്നെയാണ് EFTയുടെ പവർ. EFT കോഴ്സ് ചെയ്തു, അസുഖങ്ങളൊക്കെ മാറി, അസുഖങ്ങൾ മാനേജ് ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ പുതിയ ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി, പുതിയ പ്ലാനുകൾ വരാൻ തുടങ്ങി, പുതിയ പദ്ധതികൾ വരാൻ തുടങ്ങി. ആള് ഭയങ്കര ഇൻസ്പയർ ആയി, അയാളുടെ എനർജി ഭയങ്കരമായിട്ട് കൂടി. ഓട്ടോമാറ്റിക്കലി അയാളുടെ മെറ്റാബോളിസം ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അയാളുടെ ക്രിയേറ്റിവിറ്റി പുറത്തു വരാൻ തുടങ്ങി. ലൈക്ക് ദിസ് ഈസ് വാട്ട് ഈസ് ഗോണ ഹാപ്പൻ. ഷീ ഈസ് നൗ ലൈക്ക് വെരി എക്സൈറ്റഡ് മോഡ്. ഈ ഷിഫ്റ്റ് ആണ് നമ്മൾ വേണ്ടത്. നിമിഷം ഞാൻ എന്താ വെച്ചാല്, ഹെൽത്ത് നമുക്ക് ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒന്നിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ ഹെൽത്ത് കുറച്ചെങ്കിലും ഒരു ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്നിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പിന്നെ നമുക്കൊരാകെ ഒരു മനസ്സിന് തന്നെ ഇത് വേണ്ടേ. അപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് വരുമ്പോ പിന്നെ നമുക്ക് വേറെ ആഗ്രഹങ്ങളൊക്കെ മുമ്പോട്ട് വരുന്നത്. മറ്റു നമുക്കൊരു ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഈ വേദനയൊക്കെ മാറണം, അല്ലെങ്കിൽ നമ്മൾ മരുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ശരിക്കും ഈ മരുന്നിന്റെ ബോക്സ് ഒക്കെ ശരിക്കും മാറ്റി വെച്ചൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് EFTയിലേക്ക് വരിക. EFTയിൽ സാറ് തരുന്നത് EFT ക്ലാസ് മാത്രമൊന്നുമല്ല, നമുക്ക് ഒത്തിരി അവയർനെസ് ആണ് തരുന്നത്. നമ്മളെ മനസ്സിനെ ആകെ മാറി മറിക്കുന്ന ഒത്തിരി ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങള്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകള് സാർ എടുക്കുന്ന എഫേർട്ടിന് എത്ര വില കൊടുത്താലും മതിയാവില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അത്രയും പ്രശംസനീയമാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പൊ ഇന്നത്തെ ഹീലിംഗ് സെഷനിലേക്ക് നമുക്ക് എടുക്കാം. ഓൾറെഡി കോഴ്സ് ഹീലിംഗ് സെഷൻ ഉള്ളത്. പറഞ്ഞോളൂ. സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ് തന്നെ എടുത്തിട്ട് എന്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിക്കണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും EFT എടുക്കണം. അപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ ആദ്യം ക്യാഷ് അത് വന്നോളൂ, പിന്നെ അതെടുത്താൽ ഇതിലും മാറിക്കോളൂ. ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നാണ് ഇതിലെ അസുഖത്തിലൊക്കെ ആയിട്ട് വരുന്നു. യെസ്, അവര് വരട്ടെ കേട്ടോ. അവരോട് എന്തായാലും വരാൻ പറയും, കോഴ്സിലേക്ക് വരാൻ പറയും. കാശില്ലാന്ന് പറയുന്നത്, ഞാൻ ക്യാഷ് അതൊന്നും വറീഡ് ആവണ്ട. അവരോട് പറഞ്ഞാൽ മതി, വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. കോഴ്സിൽ പങ്കെടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ. ശരി. Okay, thank you everyone. Thank you Rosina, thank you Shamsu, thank you Maimunat ma'am, thank you Ashraf, thank you Kamal, thank you Nusrat, thank you Rashid ka and Hamisha, everyone. Thank you so much for joining today's session. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ദിവസം മറ്റൊരു സെഷൻ ആയിട്ട് കാണാം. അപ്പൊ ഇന്ന് പിൻവാങ്ങുന്നു. Have a great day, super great day. Okay, enjoy your day. All the best. Thank you.